നടുക്ക് കുട വയ്ക്കാൻ ചാണക ഉരുളയും വയ്ക്കും. അത്തത്തിൽ തുമ്പപ്പൂ കൊണ്ട് ലളിതമായ പൂക്കളമാണ് തീർക്കുക. ചിത്തിരയ്ക്കും വെളുത്ത പൂക്കളാണിടുക. വട്ടത്തിലിടുന്ന കളം ഓരോ ദിവസവും വലുതാകും. നാടകം ഓണം മൂഡിലാണ്. കാലം മാറുന്നതനുസരിച്ച് കോലവും മാറണമല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന അത്തപ്പൂക്കളമല്ല ഞാൻ നിൽക്കുന്നിടത്ത് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കരവിരുതിൽ പിറന്ന ഡിജിറ്റൽ പൂക്കളമാണ്. എങ്ങനെയാണ് ഈ ഡിജിറ്റൽ പൂക്കളത്തിലേക്ക് നിങ്ങൾ എത്തിയത്? അതിൻ്റെ ഒരു മെക്കാനിസം എങ്ങനെയായിരുന്നു? സാധാരണയായിട്ട് നമ്മളെപ്പോഴും ഈ പൂ കൊണ്ടുള്ള ഒരു പൂക്കളമാണ് നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോപ്പുലറിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എംപ്ലോയീസ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പൂക്കളമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യത്യാസം എന്ന രീതിയിൽ നമ്മുടെ ഇങ്ങനെ നമ്മൾ പൂക്കളം ഇടുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയും നമ്മുടെ IT-യുടെ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഹെഡായ രഞ്ജു നമുക്കൊരു ഇനിഷ്യേറ്റീവ് തന്നു. അതായത് നമ്മൾ ചേട്ടാ എന്നും നമ്മൾ ഇടുമ്പോൾ ഒരു പൂക്കളത്തിനേക്കാളും നന്നായിട്ട് നമുക്കൊരു വെറൈറ്റി ആയിട്ടൊരു പൂക്കളം ഇടാമെന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് പുള്ളി തരികയും പുള്ളിയുടെ ക്രിയേറ്റിവിറ്റിയിലാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പുറത്തത്. അതായത് പുള്ളി ഉദ്ദേശിച്ചത് നമ്മൾ എന്തും നടുക്ക് നമ്മുടെ അത്ത ഇടുന്നതിന് ഒപ്പം തന്നെ നമ്മുടെ ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ കമ്പനിയുടെ ഏതായാലും ബ്രാൻഡഡ് ആയാലും അല്ലാതെ പുതിയതായിട്ടുള്ള കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് പുള്ളി ഇത് ചെയ്തത്. അതിൻ്റെ അകത്ത് ഫുൾ അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്ത് അത്രയും പുള്ളിയാണ് നമ്മളെ ഈ ഇതിലോട്ട്, അതായത് ഈ ഒരു ഇനിഷ്യേറ്റീവിലോട്ട് എത്തിച്ചതും രഞ്ജുവിൻ്റെ വളരെ ഒരു എഫേർട്ട് കൊണ്ടാണ് നമ്മൾ ഇതിലോട്ട് എത്തിയത്. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയതിലും. വളരെ വേറിട്ട രീതിയിലൊരു ക്രിയേറ്റീവായിട്ടൊരു അത്ത ഇടാൻ ഉണ്ടാക്കിയതിൽ സപ്പോർട്ട് ചെയ്തതിൽ നമ്മുടെ ഈ ടീം, അതായത് നമ്മുടെ ഈ നിൽക്കുന്ന ഫുൾ ടീമും അതിൻ്റെ അകത്ത് വളരെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മളൊരു അത്ത ഇടുന്നു, നമ്മൾ കൂടുതൽ അല്ലെങ്കിൽ ജമന്തി ഇങ്ങനെയുള്ള കുറച്ച് കളേഴ്സ് ആണ് നമ്മൾ സ്പെസിഫിക്കലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അതിൽ നിന്ന് മാറിയിട്ട് എങ്ങനെ ഒരു അട്രാക്റ്റീവായിട്ടൊരു എന്തൊരു ക്രിയേറ്റിവിറ്റി ചെയ്യാം എന്നുള്ളതിൽ വന്ന ഒരു പുള്ളിയുടെ ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയയാണ്. ഒരിക്കലും നമ്മുടെ തനമയിൽ നിന്ന് നമ്മൾ വിട്ടുമാറാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ബേസിക്കലി നമ്മുടെ ബേസിക്സ് എന്താണ്, നമ്മുടെ തനമ എന്താണോ, അതായത് വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പൂക്കൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വിട്ടുമാറുന്നില്ല. പക്ഷേ അതിൻ്റെ അകത്ത് ഇന്നോവേറ്റീവായിട്ട് എന്ത് നമുക്ക് പുതുതായിട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ തേടിയത്. ഡിജിറ്റൽ പൂക്കളം എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്? എന്താണ് അതിനകത്തുള്ളത്? അതായത് ഈ ഡിജിറ്റൽ പൂക്കളത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇന്നോവേറ്റീവ് ഐഡിയാസ് എന്ന് പറയുന്നത് നമ്മുടെ IT-യുടെ ഹെഡായ രഞ്ജുവിൻ്റെ രീതിയിലാണ്. അപ്പോൾ പുള്ളി ഉദ്ദേശിച്ചത് ഇതിൻ്റെ അകത്തൊരു പാനൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ആ പാനലിനൊരു ഡെമോ ഒരു 3 ദിവസം നമ്മളിവിടെ വർക്ക്ഷോപ്പിൽ ചെയ്തു നോക്കി. അതായത് ഇതെങ്ങനെ നമുക്കിത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച്. ഇതിനു മുമ്പ് ആദ്യം നമ്മൾ ഈ റൗണ്ട് ഷേപ്പ് എന്നുള്ള സാധനം നമ്മൾ ആദ്യം കാർഡ്ബോർഡ് കട്ട് ചെയ്ത് നമ്മളത് ഒരു ഡെമോ ചെയ്തു. ആ ഡെമോയ്ക്കകത്ത് ഈ ഒരു പാനൽ ബോർഡ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ സ്ട്രിപ്സ് ആഡ് ചെയ്തിട്ട് നമ്മളത് പ്രൊജക്റ്റ് ചെയ്ത് നോക്കി. കമ്പ്യൂട്ടറിൽ നിന്ന് പ്രൊജക്റ്റ് നോക്കിയാൽ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത സാധനങ്ങളാണ് നമ്മൾ ഒരു ഇനിഷ്യൽ സ്റ്റെപ്പിൽ അത് ചെയ്ത് നോക്കിയത്. അത് കഴിഞ്ഞ് അതിൻ്റെ മേളിൽ അത് അവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഇലക്ട്രിക്കൽ കണക്ടിവിറ്റിയും അതിൻ്റെ അകത്ത് USB കണക്ടിവിറ്റിയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം പിന്നീടാണ് നമ്മൾ പൂക്കൾ അതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്ത് തുടങ്ങിയത്. അതാണ് നമ്മുടെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോസസ്സ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതായിരുന്നു. സാധാരണ ഈ ടെക്കികളുടെ മനസ്സിലാണ് ഇങ്ങനെയുള്ള വ്യത്യസ്തതരം ആശയങ്ങളൊക്കെ ഉടലെടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇംപ്ലിമെൻറ്റേഷൻ അത്രത്തോളം സക്സസ്ഫുൾ ആയതിൻ്റെ ഒരു സന്തോഷമാണോ? തീർച്ചയായിട്ടും. കാരണം ഇത് നമ്മളൊരു ഇംപ്ലിമെൻറ്റേഷൻ ഉപരി നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങനൊരു ഇന്നോവേറ്റീവ് ഐഡിയ കൊണ്ടുവന്നതിലൂടെയും നമുക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ചെയ്തതിലൂടെയും നമ്മുടെ ആസ് എ ടീം എന്ന രീതിയിൽ, ആസ് എ പോപ്പുലർ എന്ന ടീം എന്ന രീതിയിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റിയെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചുള്ള വളരെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഇതൊരു സ്പാർക്കാണ്. ആക്ച്വലി ഇപ്പോൾ നമ്മൾ ചെയ്തൊരു സാധനം ഒരു സ്പാർക്കാണ്. നെക്സ്റ്റ് ടൈം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ തന്നെ ചിലപ്പോൾ ഇതൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നിരിക്കും. മനോഹരമായിട്ടുള്ള കാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ കഴിയുന്നു. ഇത് തന്നെയാണ് ഓണത്തിൻ്റെ സന്ദേശം അത് വെളിവാക്കുകയും ചെയ്യുന്നത്. PV രഞ്ജിത്തിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.